Hi friends, welcome to my channel, The Heaven of Storyteller. കഥയിലേക്ക് പോകും. നിനക്കായി ഭാഗം 16 തുടരുന്നു. കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നിധിക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ അവളുടെ റൂമിൽ തയ്യാറായിരുന്നു. അവൾ ആ വസ്ത്രമെടുത്ത് കുറച്ചു നേരം നോക്കി. ഒരു ദാവണി സെറ്റ്, അതിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം, ചുവപ്പും ഗോൾഡനും കൂടി ചേർന്ന് ഒരു ഭംഗിയുള്ള ധാവണി സെറ്റ്. അവൾക്ക് അത്ഭുതം തോന്നി. കാരണം താൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇന്ത്യയല്ല എന്നവൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ വസ്ത്രങ്ങളൊക്കെ കുറച്ചു നേരം അവൾ അതെല്ലാം പിടിച്ചിരുന്നു. പിന്നെ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഡ്രസ്സ് ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവൾ ശരിക്കും ആ വീട് നോക്കുന്നത്. അത്ഭുതം കൊണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. കൊട്ടാരം പോലെ ഒരു വീട്. നിധി അവിടെയെല്ലാം നോക്കിക്കൊണ്ട് നടന്നു. ആ വീട്ടിലുള്ള അവന്റെ സേവകരെല്ലാം അവൾ ചെല്ലുന്നതും കണ്ട് ബഹുമാനത്തോടെ നിൽക്കുന്നതെല്ലാം അവൾക്ക് അരോചകമായി തോന്നി. ആരോടാണ് താൻ ചോദിക്കേണ്ടത് എന്ന ചിന്തയിൽ നിന്ന് നിധിയെ ദേവന്റെ സൗണ്ടാണ് ഉണർത്തിയത്. എന്താ മോളെ? അത്രയും സ്നേഹം നിറഞ്ഞ രീതിയിൽ തന്നോട് ചോദിക്കുന്നത് കേട്ടിട്ട് പോലും അവളുടെ മുഖം തെളിഞ്ഞില്ല. അവളൊന്ന് ചിരിക്കുക പോലും ചെയ്യാതെ ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ സാറിനെ കാണാം. എന്തു പറ്റി മോളെ? എന്താണെങ്കിലും ഞാനത് നിങ്ങളുടെ സാറിനോട് പറഞ്ഞാ പോരെ? അവളുടെ എടുത്തടിച്ചുള്ള മറുപടിയിൽ ദേവന്റെ മുഖം വല്ലാതെയായി. എന്നാലും അദ്ദേഹം ചിരിയോടെ പറഞ്ഞു, അതിനെന്താ മോളെ, വാ ഞാൻ കൊണ്ടുപോകാം. ദേവൻ അവളെ വിളിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു. അവളും അയാൾക്ക് പിറകെ പോയി. അയാളുടെ പുറകെ ചെന്ന് നിന്ന് നിധി കണ്ടത് വലിയൊരു ഓഫീസ് റൂമായിരുന്നു. അതിനൊത്ത നടുക്ക് ലാപ്ടോപ്പായി ഇരിക്കുന്ന അഥർവിനെയും. നിധിയിൽ വല്ലാത്തൊരു ഭയം രൂപപ്പെട്ടു. അത് ശരീരം മുഴുവൻ ചെറു തണുപ്പായി വ്യാപിക്കാൻ തുടങ്ങി. അതേ നിമിഷം അവർ അവിടെ നിൽക്കുന്നത് കണ്ട അഥർ, എന്താ അങ്കിൾ? മോനെ, ഈ കുട്ടിക്ക് മോനെ കാണണം എന്ന് പറഞ്ഞു. അയാൾ നിധിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അഥർ അവരെ ഇരുവരെയും നോക്കി. എന്നിട്ട് ഓക്കെ അങ്കിൾ ചെല്ല, ഞങ്ങൾ സംസാരിക്കട്ടെ. അവന്റെ വാക്കുകളിലെ ഉറപ്പറിഞ്ഞ ദേവൻ മറ്റൊന്നും മിണ്ടാതെ തലയാട്ടി. എന്നാൽ പോകുന്നതിന് മുമ്പായി നിധിയെ ഒന്ന് നോക്കുകയും ചെയ്യുന്നു. നിധി നോക്കുമ്പോൾ അവൻ റൂമിലെ ഷെൽഫിൽ നിന്നും മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് കണ്ടതും അവളിൽ വല്ലാത്തൊരു വെറുപ്പ് നിറഞ്ഞു. അതേ വെറുപ്പോടെ അവൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തിനു വേണ്ടിയാണ് എന്റെ ജീവിതം ഇങ്ങനെ? അവളുടെ ചോദ്യം കേട്ടതും തിരിഞ്ഞു നിന്ന അഥർവിന്റെ കൈകൾ ഗ്ലാസിൽ മുറുകി. നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും എനിക്ക് മനസ്സിലായത് ജീവേട്ടനോടുള്ള വെറുപ്പാണെന്ന്. പക്ഷെ അതിന് ഇങ്ങനെയാണോ? മിസ്റ്റർ, സോറി, എനിക്ക് നിങ്ങളുടെ പേരറിയില്ല. സോ ആണുങ്ങളെ പോലെ നേർക്ക് നേരെ തീർക്കേണ്ടതിന് പകരം ഇങ്ങനെ ഒരു പെണ്ണിനെ തട്ടിയെടുത്ത് ഒളിവിൽ പറപ്പിച്ചാൽ അതിന് ഞാൻ ഭീരുത്വം എന്നാണ് പറയുന്നത്. പുച്ഛത്തോടെ തനിക്ക് നേരെ നിന്ന് സംസാരിക്കുന്ന ആളെ അതൊരു വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി. എന്നിട്ട് കയ്യിലായുള്ള മദ്യം ചെറിയ സിപ്പ് സിപ്പായി എടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇതൊന്നും കണ്ടു പതരാതെ നിധി തുടർന്നു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ജീവട്ടന്റെ നേരെ നിന്ന്. നിധി അത് മുഴുവൻ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് കാറ്റുപോലെ വന്ന് അഥർ അവളെ ഭിത്തിയിലേക്ക് ചേർക്കുകയും ഇരു കൈകളും ലോക്ക് ചെയ്ത് മുകളിലേക്ക് പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകൾ കവരുകയും ചെയ്തു. എന്താണ് എന്ന് അവൾക്ക് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ എല്ലാം നടന്നിരുന്നു. നിധി എതിർക്കാൻ ശ്രമിക്കും തോറും അവന്റെ കൈകൾ അവളിൽ മുറുകി. മദ്യവും ദേഷ്യവും ഉച്ചത്തിലായതിനാൽ തന്നെ അഥർ അവളോട് എന്താണ് ചെയ്യുന്നതെന്ന ഓർമ്മ അപ്പോഴും ഉണ്ടായിരുന്നില്ല. അവളുടെ ചുണ്ടുകൾ കവരുമ്പോൾ പോലും അവൻ അറിഞ്ഞില്ല ആ പാവം പെണ്ണ് അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന്. അവൾ രക്ഷപ്പെടാൻ സാധിക്കാതെ തളർന്നു നിന്നു. ഒപ്പം നിസ്സഹായത തെളിഞ്ഞ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നിമിഷങ്ങൾ നീണ്ട ചുംബനത്തിനൊടുവിൽ അവളുടെ എതിർപ്പുകൾ കുറഞ്ഞു കുറഞ്ഞു വന്നു. ഒന്നിനും സാധിക്കാത്ത പോലെ അവൾ തളർന്നു നിന്നു. അത് കണ്ട അവൻ അവളെ പതിയെ തന്നെ നെഞ്ചോട് ചേർത്തു. എന്നിട്ട് നെഞ്ചിൽ തളർന്നു കിടക്കുന്നവളെ നോക്കി. ഇനിയും
നിന്റെ നാവിൽ നിന്ന് അവന്റെ പേര് വീണ് അതിനുള്ള ശിക്ഷ ഇതിനേക്കാൾ അപ്പുറമായിരിക്കും. അത് നീ താങ്ങിയെന്ന് വരില്ല, ഓർമ്മ വെച്ചോ. അത് അവളുടെ ചെവിയോരം പതിയെയാണെങ്കിലും ഉറച്ച സൗണ്ടുകളാൽ പറഞ്ഞു. ശേഷം പതിയെ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. എന്നിട്ട് നിറഞ്ഞ കണ്ണുകളാൽ തന്നെ നോക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. അവൻ പോകുന്നതറിഞ്ഞ നിധി തന്റെ നിറഞ്ഞ കണ്ണുകളാൽ അവനെ ഒന്നുകൂടെ നോക്കി. എന്നിട്ട് തളർന്ന് നിലത്തേക്ക് വീണു. പക്ഷേ വീഴുന്നതിന് മുമ്പ് തന്നെ അവളെ താങ്ങിയ കൈകളെ അവൾ തിരിച്ചറിഞ്ഞിരുന്നു. തുടർന്നു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കും.